വീടിന്റെ മുന്നിലെ ഉമ്മറത്ത് ആര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മനസ്സിൽ ആദിയാണ്. കുട്ടികൾക്ക് നാളെ സ്കൂളിൽ കൊടുക്കാൻ ഉച്ചഭക്ഷണത്തിന് വല്ലതും ഉണ്ടാക്കണം. ആകെ ബാക്കിയുള്ള അരിയും തീരാറായി. കടക്കാരുടെ ഭീഷണി വേറൊരു വഴിയുമില്ലാതെ ഒടുവിൽ വലിയൊരു പ്രതീക്ഷയോടെയും വിറയ്ക്കുന്ന കൈകളോടെയും അവൾ ഫോണെടുത്ത് സ്വന്തം അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോണിന്റെ മറുതലയ്ക്കായി ബെല്ലടിക്കുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. ഫോൺ എടുത്തത് അമ്മയായിരുന്നു. ആര്യ പറഞ്ഞു, അമ്മേ, ഞാനാണ് ആര്യ. അമ്മ തണുപ്പൻ ഈണത്തിൽ പറഞ്ഞു. ഓ, നീയോ? എന്താടി ഈ സമയത്തൊരു വിളി? ആര്യ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ഇവിടെ ആകെ ബുദ്ധിമുട്ടിലാണ്. സുധിയേട്ടൻ്റെ ജോലി പോയി. ദിവസങ്ങളായി കയ്യിൽ ഒരു പൈസയുമില്ല. പലിശക്കാർ വന്ന് ബഹളം വയ്ക്കുകയാ. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പോലും. അമ്മേ, ഒരല്പം പണം തന്ന് സഹായിക്കാമോ? സുധിയേട്ടന് വേറൊരു ജോലി ശരിയാകുമ്പോൾ ഞാൻ തിരികെ തരാം. ആര്യ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മറുതലക്കിൽ നിന്ന് ദേഷ്യത്തോടെയുള്ള ആക്രോശം ഉയർന്നു. ഫോൺ അമ്മയിൽ നിന്ന് വാങ്ങി സഹോദരൻ പ്രകാശനാണ് സംസാരിച്ചത്. പ്രകാശൻ പറഞ്ഞു, എടി ആര്യ, നിനക്ക് നാണമില്ലേ ഇങ്ങോട്ട് വിളിക്കാൻ? അന്ന് പണവും പത്രാസുമുള്ള നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വന്നപ്പോൾ നിനക്ക് അവൻ പോരായിരുന്നു. ഒന്നിനും കൊള്ളാത്ത ആ സുധിയുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ പിന്നീട് ഇങ്ങോട്ട് തല വെക്കരുതെന്ന്. അന്ന് ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ പോയവളല്ലേ നീ. ഇപ്പോൾ അവൻ്റെ പട്ടിണിയും കടവും തീർക്കാൻ ഞങ്ങളുടെ തലയിൽ വന്ന് വീഴാൻ നോക്കേണ്ട. ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ പൈസയൊന്നുമില്ല. അമ്മ ബാക്കിൽ നിന്ന് പറയുന്നു. കണ്ണു ചിമ്മി അവന് കെട്ടിപ്പോയതല്ലേ, ഇനി അവിടെ കിടന്ന് അനുഭവിക്ക്. ഫോൺ കട്ടായി. ആ ശബ്ദം മാത്രം ആര്യയുടെ കാതുകളിൽ മുഴങ്ങി. സ്വന്തം രക്തത്തിൽ പിറന്നവർ ഒരു തുള്ളി കണ്ണീരിന് പോലും വില കൽപ്പിക്കാതെ തള്ളി പറഞ്ഞപ്പോൾ ആര്യയുടെ കാലുകൾ തളർന്നു. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുമരിലേക്ക് ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു. കൺകോണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. മുറിക്കുള്ളിൽ നിരാശയുടെ ഇരുട്ടിൽ ചുവരിലേക്ക് നോക്കി കിടക്കുകയായിരുന്ന സുധി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. താൻ കാരണമാണ് തൻ്റെ ഭാര്യ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടതെന്ന ഓർമ്മ അവൻ്റെ മനസ്സിനെ കൂടുതൽ തകർത്തു. അവൻ തലയണയിൽ മുഖം അമർത്തി വിതുമ്പി. കരച്ചിലടക്കി കണ്ണുകൾ തുടച്ച് ആര്യ എഴുന്നേറ്റു. സ്വന്തം വേദന ഉള്ളിലൊതുക്കി അവൾ സുധിയുടെ അടുത്തേക്ക് ചെന്നു. കട്ടിലിന്റെ അരികിലിരുന്ന് സുധിയുടെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി അവൾ മൃദുവായി തഴുകി. ആര്യ പറഞ്ഞു, സുധിയേട്ടാ, ഇങ്ങോട്ട് നോക്കൂ. സുധി കണ്ണീരോടെ പറഞ്ഞു, എന്നെക്കൊണ്ട് നിനക്കും കുഞ്ഞുങ്ങൾക്കും അപമാനം മാത്രമേ ഉള്ളൂ ആര്യ. നിന്റെ വീട്ടുകാർ പറഞ്ഞത് ശരിയാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ കഴിയുന്നില്ലല്ലോ. ആര്യ ദൃഢതയോടെ പറഞ്ഞു. ഇല്ല സുധിയേട്ടാ, ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. ജോലി പോയത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, ഈ കമ്പനിയുടെ കുഴപ്പം കൊണ്ടാണ്. അതോർത്ത് നിങ്ങൾ സ്വയം പഴിചാരരുത്. കടക്കാരുടെ ഭീഷണി കേട്ട് നമ്മൾ തോറ്റുകൊടുത്താൽ, നമ്മൾ തളർന്നു പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? ഈ പ്രതിസന്ധിയൊക്കെ താൽക്കാലികമാണ്. നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടും. എന്നെ വിശ്വസിക്കൂ, നമ്മൾ ഈ അവസ്ഥ അതിജീവിക്കും. ആര്യയുടെ ആ വാക്കുകളിൽ ഒരു വലിയ പ്രകാശമുണ്ടായിരുന്നു. നിരാശയിൽ ആണ്ടുപോയ സുധിക്ക് ആ വാക്കുകൾ നൽകിയ പ്രതീക്ഷ ചെറുതായിരുന്നില്ല. സുധിയെ ആശ്വസിപ്പിച്ച് ഉറക്കിയ ശേഷം ആര്യ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനായി ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. ഇരുട്ട് വീണു തുടങ്ങിയ ആ വൈകുന്നേരത്ത് വഴിയിലൂടെ നടന്നു വരികയായിരുന്ന രാഘവേട്ടൻ ആര്യയുടെ വിഷാദം നിറഞ്ഞ മുഖം കണ്ടു. കുടുംബത്തിന്റെ പഴയ സുഹൃത്തും അയൽവാസിയുമാണ് രാഘവേട്ടൻ. രാഘവേട്ടൻ പറഞ്ഞു, മോളെ ആര്യ, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മുഖമാകെ വാടിയിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ആര്യയ്ക്ക് തടഞ്ഞു നിർത്താനായില്ല. സ്വന്തം വീട്ടുകാർ തള്ളിപ്പറഞ്ഞതും കടക്കാരുടെ ഭീഷണിയും വീട്ടിലെ പട്ടിണിയും അവൾ കണ്ണീരോട് രാഘവേട്ടനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം രാഘവേട്ടൻ കനിവോടെ ചിരിച്ചു. രാഘവേട്ടൻ പറഞ്ഞു, മോളെ, ബന്ധുക്കളും നാട്ടുകാരും അപമാനിക്കുമ്പോൾ നമ്മൾ തളരുകയല്ല വേണ്ടത്. ആളുകൾ കളിയാക്കുന്തോറും നമ്മൾ കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കണം. ആരുടെ മുന്നിലും കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. നിനക്ക് നല്ലതുപോലെ തയ്യൽ അറിയാമല്ലോ. അതുപോലെ നീ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് നല്ല രുചിയാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആ കഴിവ് നീ എന്തുകൊണ്ട് ഒരു ബിസിനസ് ആക്കിക്കൂടാ? നിന്റെ കയ്യിലുള്ള അറിവാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. രാഘവേട്ടൻ്റെ ആ വാക്കുകൾ ആര്യയുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം കൊളുത്തി. ആരുടെയും മുന്നിൽ ഇനി യാചിക്കില്ലെന്നും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. രാഘവേട്ടൻ പോയ ഉടൻ തന്നെ ആര്യ തൻ്റെ ആദ്യ ചുവട് വയ്ക്കാൻ തീരുമാനിച്ചു. കവലയിൽ ചെറിയൊരു നാടൻ തട്ടുകടയും ബേക്കറിയും നടത്തുന്ന പരിചയക്കാരനായ ഹസൻകയെ അവൾ ഫോണിൽ വിളിച്ചു. ആര്യ ചോദിച്ചു, ഹസൻക, ഞാൻ ആര്യയാണ്. എനിക്ക് ചെറിയൊരു സഹായം വേണമായിരുന്നു. ഹസൻക പറഞ്ഞു. പറയൂ മോളെ, എന്താണ് കാര്യം? ആര്യ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നാടൻ പലഹാരങ്ങൾ സുഖിയൻ, ഉഴുന്നുവട, കൊഴുക്കട്ട ഒക്കെ വിൽക്കാൻ തന്നാൽ ഹസൻകായുടെ കടയിൽ വെക്കാമോ? കച്ചവടം നടക്കുന്നതിനനുസരിച്ച് എനിക്ക് പൈസ തന്നാൽ മതി.
ഹസൻക്ക് സന്തോഷത്തോടെ പറഞ്ഞു. അതിനെന്താ മോളെ, മോൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ രുചി എനിക്കറിയില്ലേ. നീ ധൈര്യമായി ഉണ്ടാക്കി കൊണ്ടുപോരൂ, ഞാൻ വിറ്റുതരാം. തുടക്കത്തിൽ പേടിക്കാനൊന്നുമില്ല, മോൾ തുടങ്ങിക്കോളൂ. ഹസൻകായുടെ മറുപടി ആര്യയ്ക്ക് വലിയൊരു ഊർജമായി. ഒട്ടും സമയം കളയാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. പഴയ അലമാരയുടെ മുകളിൽ പൊടി പിടിച്ചു കിടന്നിരുന്ന തയ്യൽ മെഷീൻ അവൾ താഴെ ഇറക്കി. തുടച്ചു മിനുക്കി എണ്ണയിട്ട് അത് ഉപയോഗയോഗ്യമാക്കി. അതിനുശേഷം അടുക്കളയിലെ തട്ടുകൾ പരിശോധിച്ചു. അവിടെ ബാക്കിയുണ്ടായിരുന്ന അരിപ്പൊടിയും ശർക്കരയും നാളികേരവും അളന്നു തിട്ടപ്പെടുത്തി. പിറ്റേന്ന് പുലർച്ചെ ഉണ്ടാക്കേണ്ട പലഹാരങ്ങൾക്കായി പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. രാത്രി ഏറെ വൈകി. കണ്ണുകളിൽ നിറഞ്ഞ സങ്കടങ്ങളെല്ലാം മാറ്റി നിർത്തി ഒരു പുതിയ പ്രഭാതത്തിനായി, സ്വന്തം ജീവിതം തിരിച്ചെടുക്കാനുള്ള പോരാട്ടത്തിനായി ആര്യ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി.